ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രാവൽ വ്ലോഗ് ആണ് ഗൈസ്. ചെറിയ ട്രാവൽ. പൊന്നും ആ സ്ഥലത്തോട്ട് ആദ്യമായിട്ടാണ് എന്റെ ഫസ്റ്റ് ടൈം ആണ്. പിന്നെ വെക്കേഷൻ ആയിട്ട് എവിടെയും പോകുന്നില്ലെന്ന് ചോദിച്ചിട്ട് നമ്മളിത് ഇന്ന് കറങ്ങാൻ പോവാണ്. അപ്പം ഇപ്പൊ ഒരു ഉച്ചയൊക്കെ ആയില്ലേ, നമ്മൾ താമസിച്ചാണ് ഇറങ്ങുന്നത്. 10-11 മണിയാവാറായി. ലേറ്റ് ആയിട്ട് ഇറങ്ങാം, എന്നാലും നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പം ഇൻസ്റ്റയിലൊക്കെ എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും സ്ഥലം. നമ്മൾ അങ്ങനെ പോവാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ ഇൻസ്റ്റ കണ്ടിട്ട് അവിടെ നിന്ന് പോയിട്ട് വരാം, എങ്ങനെയുണ്ടോ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേ സ്ഥലമൊക്കെ നമുക്കറിയാം, 2 സ്ഥലമുണ്ട് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പൊന്നിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ആണ് ഗൈസ് ഞാൻ ഇട്ടേക്കുന്നത്. എന്റെ ഫേവറേറ്റ് ആണ്. ചോട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് വാങ്ങിക്കുന്ന ഡ്രസ്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ വൂൾഫ് ഇവിടെ സെറ്റ് ആയിരിക്കുവാണ്. ഓക്കെ പൊന്നു, അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ഓക്കെ. അപ്പൊ ഇനി ബാക്കിയെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് എണ്ണയൊക്കെ അടിച്ച് നേരെ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പൊ ചോട്ട് പഠിച്ച IT വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പുനലൂരെത്തി ഗൈസ്. ദാണ്ടേ തൂക്കുപാലം. ഞാൻ പണ്ടങ്ങാണ്ട് കണ്ടതായിരുന്നു, പിന്നെ ഇപ്പോഴാണ് കാണുന്നത് തൂക്കുപാലം. അന്നേരം പുനലൂർ വഴിയാണ് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം എന്താണെന്ന് വഴിയേ പറയാം, അവിടെ ചെല്ലുമ്പോൾ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല വളവും തിരിവൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ ബാക്കി ഇരുന്നുണ്ട്. എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ അവിടെ കാണുന്ന മലയും കുന്നും എല്ലാം എടുക്കാതായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നതാണ്. നമ്മൾ കുറേ കുന്നും മലയൊക്കെ കയറിയാണ് ഗൈസ് പോയത്. നമ്മൾ കണ്ടേ ഈ മരം നിൽക്കുന്നില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണാം. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല ഗൈസ്. ആ ഒരു ഫുൾ വ്യൂ കിട്ടിയില്ല. പിന്നെ നമ്മൾ നേരെ ഇവിടെ കയറി. ഇവിടെ നിന്ന് താഴോട്ട് കാണാൻ നല്ല രസമായിരുന്നു. നമ്മളത് കാണിക്കും എന്തോ സംഭവം എന്നുള്ളത്. അതായത് നമ്മൾ നേരെ മാനിനെ കാണാനാണ് ഗൈസ് പോയത്. ഗൈസ്, അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ 2-3 പുള്ളിമാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എലിവേറ്റർ വാക്കുണ്ട്, അതും കൂടെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് 2ൻ്റെ. എല്ലാം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി വന്നേ. ഓക്കെ. പുലി പിടിച്ചോണ്ടായിരുന്നു. ഗൈസ്, അപ്പം ഇവിടെ മാൻ കുറവാന്നാ പറയുന്നത്. പുലി പിടിച്ചോണ്ട് പോകുന്ന പറഞ്ഞു. ഇപ്പം നമ്മളവിടെ ഇരുന്നൊരു ചേട്ടനെടുത്ത് വെച്ചു. അപ്പം എന്തായാലും നമുക്ക് മാനിനെ കാണുമെന്ന് കാണിക്കാം. പക്ഷെ എന്തായാലും നല്ല രസമുണ്ടില്ലേ? നല്ല സൈലൻസ്, വലിയ ആളും തിരക്കൊന്നും ഇല്ല. നമുക്ക് പോയി വരാൻ അടിപൊളിയാ. വരാനും കാണാനൊക്കെ അടിപൊളിയാണ്. ആളും പേരൊന്നും ഇല്ല, മാനില്ലാത്തോണ്ടാന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് മാനിനെ കാണുമെന്ന് കാണിക്കാം. ഓക്കെ, നമ്മൾ മാനിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. മാനിനെ കിട്ടി കൈസ്. ഇതാണ് ഇത്രേ പറ്റൂ. സൂം ചെയ്യാതായിരിക്കുന്നത്. കൂട്ടമുണ്ട് കൈസ് ഇവിടെ. എവിടെ? ആ ദാണ്ട കൈസ്, ഇവിടെ മൊത്തം മാനാണ് കൈസ്. കണ്ടോ പൊന്നു. ശരിയാ. ബാ ഇത് അല്ല, ഇവരെ ഇങ്ങനെ കണ്ടോ? 1 2 3 4 അങ്ങോട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഓടിപ്പോന്ന്. കുഞ്ഞുങ്ങളല്ലത് കൊരങ്ങനൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ഇതൊരു ചെറിയ വനമാണ് ഗൈസ്. അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പൊ ഗൈസ് ഇവിടെ എന്തോ ആക്ടിവിറ്റി പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഊഞ്ഞാല്. അതെ അതെ, ഇവിടെ കുറെ ഊഞ്ഞാലുണ്ട്. ഏത് ഊഞ്ഞാലാടുന്നത്? ഊര് ഗൈസ്, ഇവിടെ മാനൊക്കെ ഉള്ളത്. മാനും മാൻ്റെ കുഞ്ഞുങ്ങളും.
ഇപ്പൊ ഗൈസ് പൊന്നിയോടെ ഊഞ്ഞാലൊക്കെ ആടി ഇരിക്കുവാണ്. നല്ല രസമുണ്ട് ഗൈസ്. നല്ലൊരു ശാന്തത. ഒരു കാടിന്റെ നടുക്ക് വന്ന് നിൽക്കുന്നതൊക്കെയുണ്ട്. അതെ അതെ, നമുക്ക് പോവാം. പോവാം. അടുത്ത സ്പോട്ടിലോട്ട് വാ ഗൈസ്. നമ്മള് ഇതിന്റെ ഈ ഒരു മൂലക്കോട്ട് വന്നു ഗൈസ്. ഇവിടെ കുറെ മാനൊക്കെ ഉണ്ട്. അടുത്ത് മാനുണ്ട് ഗൈസ്. ഒരു കുരങ്ങനും അടുത്തൊരു മാനും. ശരി, മാനും അടുത്ത് എന്നിട്ട് കുരങ്ങൻ മേളിൽ കയറിയിരിക്കുന്നു. കൊള്ളല്ലേ നമ്മുടെ അടുത്ത് നമ്മുടെ ആടിന്റെ സെറ്റപ്പ് ഒക്കെ തന്നെ. ഒരെണ്ണം അവിടെ ഇപ്പൊ ഉണ്ട്, അതിനടുത്ത് തൊട്ട ഒരു കുരങ്ങനും മേളിൽ ഇരുന്നുണ്ട്. പിന്നെ വാ ഗൈസ്, നമ്മുടെ തൊട്ടടുത്ത് മാൻ. ഒന്നും പറയാനില്ല. ഹലോ 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 ഹലോ. എടോ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കാനില്ലേ? ഒന്ന് തൊടാൻ തൊടുന്നെങ്കിൽ തൊട്ടോ. ഹലോ ഹലോ, തൊട്. എന്റെ അമ്മ ഒന്നും തൊടടി, നിനക്ക് പറ്റിക്കും തൊടാം. ഓ ജസ്റ്റ് മിസ്. തൊട്ട് എങ്ങനെയും തൊടാൻ പറ്റിയല്ലോ. ഓക്കെ ബാ ഗൈസ്. ഇവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇല്ലേ, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല അല്ലേ? ഓക്കെ. ഗൈസ്, നമ്മളപ്പോൾ അടുത്ത അഡ്വഞ്ചർ സോണിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ? ഇനി കയറി കാണാമല്ലേ ഗൈസ്? നമ്മൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെ ചെന്നാലും മാങ്ങ മസ്റ്റാണ്. നമ്മളെവിടെ കണ്ടാലും പൊളി വീട്ടിലെ മാങ്ങ. ഓക്കെ, നേരെ അങ്ങോട്ട് പോവാം. ഇപ്പൊ ഗൈസ് നമ്മള് എലിവേറ്റർ വാക്കിൽ എത്തി ഗൈസ്. അപ്പം പോവാം, വാ കയറും. ഇപ്പൊ ഗൈസ് നമ്മളാണ്ട് നമ്മുടെ എലിവേറ്റർ വാക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കയറി അങ്ങോട്ട് പോയില്ല, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ പയ്യെ അങ്ങോട്ട് പോവാണ്. അവിടെ തന്നെ സെറ്റായി മാങ്ങയൊക്കെ തിന്ന് നിർത്തിട്ട് തിരിച്ച് അതുവഴിയായിരിക്കും ഇറങ്ങിയത്. ഓല അതാ ബോട്ടിങ് ഗൈസ്. പൊന്നുവിന് ബോട്ടിങ്ങിന് പോകണം. അവിടെ എന്തോന്ന് ബോട്ടിങ്. ഇതാണ് ഇവിടുത്തെ എലിവേറ്റർ വാക്ക്. നൈസായി തുടങ്ങിയതേ ഉള്ളൂ. താഴെ ഇന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോവാം. കൊള്ളാം, മൂടൊക്കെ അല്ലേ പൊന്നു? നമുക്ക് ബോട്ടിങ് ചെയ്യണമെന്നുണ്ട്. വെള്ളം കണ്ടപ്പോ ചെറിയ പേടിയല്ല, അഴുക്ക് വെള്ളം. അയ്യോ പേടിയുണ്ട്. പിന്നെ മറ്റേ റോട്ടിൽ കൂടെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മളൊരു വട്ടം നമ്മള് പുനലൂര് ഫെസ്റ്റ് വന്ന് മറ്റേ കറങ്ങുന്ന സാധനത്തിൽ കയറി നമ്മള് പേടിച്ച് ക്ഷീണിച്ച് കേസ് പൊന്നു. ഏകദേശം ഇത്രേ ഉള്ളു കേസ്. കൊള്ളാം, പക്ഷെ നല്ല വെയിലുണ്ട് അല്ലേ? അപ്പം നമുക്ക് താഴോട്ട് ഐസ് മേളിൽ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാം ഇല്ലേ പൊന്നു? അതെ, ഇതാണ് കേസ് ഫൈനലി. ഇത്രയൊക്കെ ഉള്ളു അല്ലേ? പിന്നെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നൈസായിട്ടുണ്ടല്ലേ? അതെ. ബാപ്പ ഇനി ബാക്കി പരിപാടി
മേളിലോട്ട് പോവാം, മേളിലോട്ട് പോകുന്നുണ്ട്. മേളിലോട്ട് പോവാം, അവിടെ എന്തോന്നും അറിയത്തില്ല. പോയി നോക്കിയിട്ട് വരാം. എന്തായാലും പൊന്നു ഹാപ്പി അല്ലേ? ഓക്കെ, ഇവളുടെ സന്തോഷമാണ് ഗൈസ് നമുക്ക് വരിക. നമ്മളതിനപ്പുറം വേറെ ഒന്നുമില്ല. നമ്മൾ പോകണമെന്ന് പറഞ്ഞ് തെമ്മല കാണണമെന്ന് പറഞ്ഞ് നേരെ നമ്മൾ വന്നു. ഗൈസ് ആക്ടിവിറ്റീസിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. ഒരു ആക്ടിവിറ്റി കയറിയത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ആക്ടിവിറ്റി ഒക്കെ മിസ്സിങ് ആണ് ഗൈസ്. ഓക്കെ, എന്തായാലും കൊള്ളാം ഗൈസ്. ഏകദേശം നമ്മൾ ഇവിടെ എത്തി. ആ വാക്കുവേന്ന് കയറി നമ്മൾ ഇവിടെ എത്തി. ഇപ്പം നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? അങ്ങോട്ട് പോവാം. എന്തായാലും കൊള്ളാമില്ലേ, നേച്ചറായിട്ട് കണക്റ്റായി ഇങ്ങനെ പോവാൻ. കൊള്ളാം, പൊളി. ഇല്ലില്ല, നമ്മളൊരു കുരേനെ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇവിടുന്ന് ഗൈസ് ഫോറസ്റ്റ് ആണ് ഗൈസ്. പുലിയൊക്കെ വരായിരുന്നാ കൊള്ളാം, ഒരു കാറൊക്കെ പോകുന്നു. പിന്നെ അങ്ങോട്ടേക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയിട്ട് വരാം ഇല്ലേ? ബാക്കിന്ന് കയറി നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് നടക്കാം, എന്തോ നോക്കിയിട്ട് വരാം. പോവാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു വിജനമായ സ്ഥലമാണ്. ഇതെങ്ങോട്ടാ പോയത്? ആൾക്കാരെങ്ങോട്ടാ പോയെന്നൊരു പിടിയില്ലല്ലോ. ഇല്ലേ, ഇങ്ങോട്ടില്ലേ വന്നവര്? നമ്മള് കയറ് കെട്ടിട്ടുണ്ട്. അറിയാൻ പറ്റും, താഴോട്ട് വഴിയാണ്, അങ്ങോട്ട് വഴിയുണ്ട്, വഴിയുണ്ട്. നോക്കിട്ട് വരാം, വഴിയുണ്ട്. അത് വലിയ ഡേഞ്ചർ കാടൊന്നുമില്ല, അതുകൊണ്ട് സ്റ്റെപ്പൊക്കെയാണ് നമ്മളെവിടെയോ വന്ന് പുലിയൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഗൈസ് ഇത്. ബാ, ആരോമാർക്ക് ഇട്ടേക്കുന്നുണ്ടോ? അങ്ങോട്ട് പോന്നേ. അതിവിജനമായ വഴി, വിജനത. ഗൈസ് ബാക്കി പൊന്നു വരുന്നതാണ്. മൊത്തവും ചാടിച്ചാടിയാണ് വരുന്നത്. താഴെ എത്തിയിട്ട് എന്തോ നോക്കാം. പൊന്നു എങ്ങനുണ്ട്? പൊന്നുവിന് ഇതൊക്കെ ചെറിയൊരു ട്രക്കിംഗ് ആണ് ഗൈസ്. പിന്നെ നമുക്ക് താഴെ എന്തോന്ന് നോക്കാം ഗൈസ്. ഇവിടെ വന്നവർക്കൊക്കെ ഇതൊരു വലിയ കാര്യമില്ലായിരിക്കും, പക്ഷെ വരാത്തവർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇല്ലേ? വന്നവരൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് പറയരുത് എന്തുപാടിയിരുന്നൊക്കെ. നമ്മൾ ഇനി ഇവിടെ വരാൻ വേണ്ടി ഇരിക്കുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഗൈസ്. പൊന്നു ആദ്യം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വരാനിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഗൈസ്. അതൊക്കെ നിങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ എത്ര മണിയല്ല, 5 മണി വരെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, ഒന്നും ഒരു പിടിയുമില്ല. ഇത് ശോകം ഇല്ലേ? ബാമോട്ടോ ഗൈസ്, ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഗൈസ്. സിപ്പ് ലൈനും പരിപാടി ഉണ്ട്, നമ്മളതൊന്നും എടുത്തില്ല. ഇത് ചെറിയ സിപ്പ് ലൈനാണ് ഗൈസ്, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. താഴെ പാർക്കൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നത്. സിപ്പ് ലൈൻ വൻ ശോകമാണ്, നല്ല ഹൈറ്റ് ഇല്ല ഇല്ലയോ? ആ ഒരു ഇതുണ്ട്. താഴോട്ട് എങ്ങനെ പോകുന്നൊരു പിടിയില്ലല്ലോ, ഏതാ വഴി? ഗൈസ് അവിടെ കണ്ടോ എല്ലാവരും ക്ലൈംബ് ചെയ്യുന്ന മറ്റേ വലിക്കകത്ത്. നമ്മളങ്ങോട്ട് പോയില്ല, പിള്ളേരൊക്കെ ഉണ്ടോ അവിടെ കിടന്ന് ചാടുന്നുണ്ട്. പൊന്നു കേറുന്ന പോലെ കോമഡി.
മറ്റേ സിപ്പ് ലൈനിൽ ഒരാൾ വന്നു ചേച്ചി ആദ്യം ഒരിഞ്ഞ് വന്നതാണ്. പോവല്ലേ തിരിച്ച് നമ്മൾ ഇറങ്ങാണ് കഴിച്ചു ഇവിടുന്ന്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തളർന്നു കഴിഞ്ഞു. അങ്ങോട്ടുള്ള ഇറക്കം കയറ്റം ശോകാവസ്ഥയാണ്. ഇനി എങ്ങനെയെങ്കിലും ഇനി അപ്പുറത്ത് പോകണം മറ്റേ ഡാമിൽ. അടങ്ങടെ പോയിട്ട് അല്ല ഫുഡ് കഴിച്ചിട്ട് നേരെ പോവാണ്. അമ്മേ അങ്ങനെ ഔട്ടായി. എങ്ങനെയുണ്ട്? മറ്റേ കഴുക്കല്ല, അത് വേറെ കഴുക്കല്ലേ? ഇത് കണ്ടിട്ടുള്ളൂ ആദ്യം കഴിയുന്നത്. ഫസ്റ്റ് ട്രൈ. പക്ഷെ ഈ സാധനത്തിന് കരിക്കിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ? ഇതിന്റെ വെള്ളം വേറെ ഡാമിലോട്ടല്ലേ ഗൈസ്? അപ്പൊ ഇനി നമ്മള് ഡാമിലോട്ട് പോവാണ് ഗൈസ്. വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കിട്ട് ഡാമാണ്. അതിൽ കൂടെ നടക്കാൻ സമ്മതിക്കത്തില്ലേ? പറ്റിയിരിക്കല്ലേ? നോക്കല്ല. അപ്പൊ ഗൈസ് നമ്മള് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അതെ അതെ ഡാം കാണാൻ. ഇതാണ് ഗൈസ് എൻട്രൻസ്. ഓക്കെ നമുക്കിനി കാണാം. ഗൈസ് നല്ല വെയിലുണ്ട്. അതുപോലെ കുറേ പൂക്കളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ വെറൈറ്റി ഒച്ചയ്ക്ക് പറ കേൾക്കുന്നില്ല ഗൈസ്. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. നല്ല വെയിലുണ്ട്. ഡ്രാഗൺസ് ഇവരൊക്കെ നേരത്തെ ഇവിടെ താമസിച്ചിരുന്നവരാണ്. ഈ വഴി മേലോട്ട് കയറിപ്പം എന്തെങ്കിലും തോന്നുന്നു. അവിടെ എന്തൊക്കെയുണ്ട്, ഇരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം തോന്നുന്നു. ഐസ് പൊന്നുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ബാ ഉണ്ട് ബാബാ. ഇനി കുറേ ഉണ്ട് നടക്കാൻ. എനിക്ക് സത്യം പറഞ്ഞു ഒരു ദിവസം ഇവിടെ കുപ്പിവെള്ളം ഒന്നുമില്ല. എനിക്കത് കുടിക്കുന്നതേ ഉള്ളൂ. കുപ്പിവെള്ളം വല്ലുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാം. ഉണ്ടോ? കുപ്പിവെള്ളം ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അല്ലാതെ കുടിക്കുവാ. മലയൊക്കെ ഇപ്പൊ പോയി ഇനി അടുത്ത എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാണിക്കാം. നോക്കി എല്ലാം കൂടെ സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഓക്കെ. നമ്മൾ ഡാമിന്റെ ഒരു ഭാഗത്തോട്ട് പോ കുഴപ്പമില്ല. അതിന്റെ സൗണ്ട്. ഇതിനകത്ത് ഒരേ സമയം 5 പേർക്കേ പറ്റത്തുള്ളൂ പറയുന്നത്. ഇല്ലിപ്പന്നു അവിടാണ് നമ്മുടെ ഡാം. നമ്മൾ അവിടെ നേരത്തെ വീഡിയോ എടുത്ത ആ പാലത്തിലാണ്. ഇതാണ് ഡാം. ഓക്കെ പൊന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നു. ഒരിഞ്ഞ വെയിലാണ്. എൻ്റെ പൊന്നി ഒന്നും പറയാനില്ല. ഇപ്പൊ തോന്നു വരണ്ടായിരുന്നു. ഇതൊരു വെള്ളപ്പൂ കാണാൻ പറ്റുന്നില്ല. ആണ്ടി തറ കിടപ്പുണ്ട്. അവിടെ നാടുവാണ് ഗൈസ്. നമ്മള് ഡാമിന്റെ പകുതി എത്തിയതേ ഉള്ളൂ. ഇനി ഒരു റോഡ് നടക്കാനുണ്ട്. അപ്പം പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ് ഗൈസ്. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. എന്നാലും അതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. നല്ല വെയിൽ. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല. അതെ. ബാക്കി നമുക്ക് ഡാമിനകത്ത് നിന്നിട്ട് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണും.
ഇവിടാണ് കുറച്ച് തണൽ ഇപ്പൊ കണ്ടത് ഇല്ല പെണ്ണു. അല്ല നമ്മൾ താഴോട്ട് പോയിട്ട് വന്നിട്ടിരിക്കാം. ഡാമൊന്ന് എടുത്തിട്ട് വരാം. ഒന്നും പറയാനില്ല, പുള്ളി ഇല്ലേ ഗൈസ്. ഇതാണ് ഷട്ടർ. പൊന്നൊക്കെ മേളിൽ നിൽക്കുക. നമ്മളിപ്പോ എവിടെ കണ്ടെത്തി എങ്ങോട്ടോ പോവും. കിടിലൊരു വഴി. ഒരു വെള്ളം മേടിക്കണ്ടായിരുന്നില്ലേ? ഇതിനകത്തേക്ക് ഓരോന്ന് പണി വെച്ചേക്കോ പേടിപ്പിക്കാൻ. ഇവിടെ എന്തൊക്കെയോ കല്ലുകൊണ്ട് പട്ടി പഴയ കുറെ കാര്യങ്ങളോ. അയ്യപ്പനാന്ന് തോന്നുന്നു. അയ്യപ്പനല്ല, കാട്ടുവാസിയാന്ന് തോന്നുന്നു. ഇത് തിരിച്ചറിയാൻ പോകുന്ന വഴിയാന്ന് തോന്നുന്നു. പറ. ഇനി ഇതിനകത്തോട്ട് പോണോ ഇല്ലയോ? നമ്മൾ ഇതിനകത്താന്ന് പറഞ്ഞ് വാക്കിൻ്റെ ഇതെടുത്ത് പണിപാട്. നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഓർഡർ ചെയ്തു. നല്ല വെയിലാണ്, ചൂട് അതിൻ്റെ ചൂടാണ്. നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. ആപ്പിള് ആപ്പിള് ആപ്പിള്. വമ്പരംഗം. വെള്ളം തുറന്ന് കുടിച്ചിട്ട് പോന്നു. പക്ഷെ അടച്ചില്ല. സീനാമാര് നമ്മള് ഡാമിന്റെ മേളിലോട്ട് പോകാൻ പോവല്ലേ ഗൈസ്. അപ്പൊ നമ്മള് ഡാമിന്റെ മേളിലോട്ട് കേറാൻ പോവാണ് ഗൈസ്. ഓക്കെ, നടക്കാനുണ്ട് ഗൈസ്. നടക്കാനൊന്നും വയ്യ. പൊന്നിനും വയ്യ, എനിക്കും വയ്യ. ക്ഷീണിച്ച് ഗൈസ്. പിന്നെ മറ്റേ വേറൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോകണമെങ്കിൽ ബസ്സിൽ പോകണം. അവിടെ പോകാനാണെങ്കിൽ 10 പേര് മാക്സിമം വേണം. അപ്പോൾ അവിടുത്തെ കാര്യം റിസ്ക് ആയിട്ടിരിക്കുമല്ലേ. ഒന്ന് അണഞ്ഞ് ശരിക്കും അണഞ്ഞ്. ആണ്ട നമ്മള് അതിൻ്റെ കീഴിലെത്തി ഗൈസ്. അമ്മേ, ഞങ്ങൾ രണ്ടുപേരും എന്തുവാ ഹെൽമെറ്റ് ഇട്ടേക്കാണ് ഗൈസ്. വെയിലാണ് സഹിക്കാൻ വയ്യ. മേളിൽ കയറി എൻ്റെ വ്യൂ ഒന്ന് നോക്കിയിട്ട് വരാം അല്ലേ പൊന്നു? ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതിൻ്റെ പകുതി എത്തിയില്ലയോ? ഇനി ടോപ്പിൽ കയറാൻ പോവാ. അമ്മേ ഗൈസ്, നമ്മളങ്ങനെ ഡാമിൻ്റെ മേളിലെത്തി. ഇപ്പൊ വെള്ളം കുറവാ. വെയിലൊക്കെ കണ്ടിരിക്കില്ലേ? ഇതൊന്നും അല്ല ഹൈറ്റ്. പൊന്നു, ഞാൻ ഇവിടുന്ന് താഴോട്ടുള്ള വഴി. പൊന്നു അവിടെ. അയ്യോ അമ്മേ, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് പോണ്ടേ? എല്ലാ ചൂടുണ്ട് ഗൈസ്. ഇതാണ് അകത്തുള്ളൊരു വ്യൂ ഗൈസ്. നമ്മളിൽ അവിടെ പോവാനാ ഇരിക്കുന്നത്. അവിടെ പോണോ വേണ്ടേന്ന് നല്ല വെയിലുണ്ട് ഗൈസ്. നമ്മള് തിരിച്ചു പോവാണ്. നമ്മുടെ മറ്റേ അപ്പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെയിൽ കാരണം പൊന്നിന് വയ്യ.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പോവാണ് ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ തിരിച്ച് കൊട്ടാരക്കരയിലെത്തിയേ. നമ്മൾ വീട്ടിലോട്ട് പോകുന്നിടത്ത് ഭയങ്കര മഴക്കോളായിരുന്നു ഗൈസ്. മഴ ഇങ്ങനെ കയറി വരുമായിരുന്നു. ഗൈസ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ 3 മണി 3:30 എങ്ങാണ്ട് ആയതേ ഉള്ളൂ. നോക്കി ഗൈസ് ഫുള്ള് ഇരുട്ടായി. മഴയാണ് ഗൈസ്, മഴ. ഭാഗ്യം ഞങ്ങൾ നേരത്തെ എത്തിയതില്ലേ. മറ്റേ ബോട്ടിങ്ങിനും കൂടെ നമ്മൾ കേറിയെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോയേനെ. അവിടെ നിൽക്കേണ്ടി വന്നേനെ. വേറൊരു സംഭവം ഉണ്ട് നമുക്ക് ഇനിയിപ്പം. മുതലേ മഴയുടെ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി വൈൻഡ് അപ്പ് ചെയ്യാം ഇല്ലയോ? ഒന്നും പറയണ്ട, പൊളിയായിരുന്നു. പക്ഷെ എന്നാലും അപ്പൊ ഗൈസ് നമ്മള് യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ, ഒന്നും പറയാനില്ല, അടിപൊളിയൊക്കെ ആയിരുന്നു. പക്ഷെ വെയിൽ കൂടിപ്പോയി. പിന്നെ ഒരു പണി പാടി ഗൈസ്. എന്ന് വെച്ചാ നമ്മള് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ തപ്പിയപ്പോ എല്ലാ ഹോട്ടലും അന്ന് അവധിയായിരുന്നു ഇല്ലയോ? മറ്റേലേക്ക് ഗ്യാസിന്റെ എന്തോ അതുകൊണ്ട് ഹോട്ടലുകളെല്ലാം അടച്ചിട്ട്. ഞങ്ങൾ വിചാരിച്ച് അവിടെ മാത്രമേ ഉള്ളെന്ന്. ഞങ്ങൾ വിചാരിച്ച് തെമ്മല കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ പുല്ലൂരൊക്കെ ആറാകുമ്പോഴത്തേക്കും ഹോട്ടൽ കാണുമല്ലോ. അവിടുന്ന് കഴിക്കുന്ന പുല്ലൂരായിട്ടും ഇല്ല. പിന്നെ ചെങ്ങമനാട്, കുന്നിക്കോട്, കൊട്ടാരക്കര വന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അവസാനം വിചാരിച്ചു ഇനി എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ തപാൻ മന്തിക്കട വന്നിട്ട് അവിടെ അടച്ചിട്ടേക്കും. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഈ സാധനം അവധിയായിരുന്നു. കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരു സ്ഥലം മിസ്സായി പോയി. അവിടെ മറ്റേ ആള് വേണം, ഒരു 10 പേര് വേണം, എന്നാലേ പറ്റും അതിനകത്ത് പോവാൻ. ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ആ സമയം കളയാൻ നിന്നില്ല. നമ്മള് പിന്നെ അവിടെ ഒക്കെ പോയിട്ട് അവിടെ വേറെ ദിവസം പോകാം. കൊറേ ആൾക്ക് ഒരു 10 പേരെ കൊണ്ടല്ലേ അവിടെ പോകാൻ പറ്റും. ഹാപ്പി ആയില്ലേ? നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്തോ. ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിച്ചു. ഓക്കെ.